ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷാന വേൾഡ്. നമുക്ക് ഇന്നൊരു ഡിഫറെൻ്റായ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നന്നായി കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം. അതിനായി സ്റ്റൗവിൽ വെച്ച് നമുക്കൊരു കടായി ചൂടാക്കിയെടുക്കാം. കടായി നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് 4 വലിയ ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞത് നമുക്കിതിലോട്ട് ചേർക്കാം. ഈ സവാള പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ച മസാലകൾ ഓരോന്നായി ചേർക്കാം. ഈ മസാലയും സവാളയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കഴുകി വെച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കും. ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മസാലകളെല്ലാം ഈ ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടീസ്പൂൺ തൈര് ഒഴിക്കാം. തൈര് ഒഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവുകയും നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുകയും ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. കൂടുതലായി ഒഴിക്കേണ്ടതില്ല, കാരണം സവാളയിൽ നിന്നും ചിക്കനിൽ നിന്നും വെള്ളം ഊർന്നു വരുന്നു. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടി വെള്ളം വറ്റിക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ ഗ്രേവി ആയിട്ടും ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.